ഇങ്ങനെയുള്ള ആൾക്കാരുടെയാണ്. അപ്പോ നമുക്ക് തുമ്പികളുടെ ലോകം എന്നുള്ള ഈ ഒരു സെഷൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ഇന്ററാക്ഷൻ കൂടിയാണ്. നമ്മൾ കാണുന്നില്ല, പക്ഷെ നമുക്ക് പരസ്പരം ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ക്ലാസ് മുമ്പിലോട്ട് പോവുകയുള്ളൂ. അപ്പൊ ഞാൻ ഏകദേശം ഒരു മാക്സിമം ഒരു 20 മിനിറ്റ് ഇതിനെക്കുറിച്ച് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പം എന്തുകൊണ്ട് തുമ്പികൾ എന്നുള്ളതും അതേപോലെ തുമ്പികളെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ഞാൻ ആദ്യം പറഞ്ഞു പോവാം. അപ്പം സാധാരണഗതിയിൽ എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പൊ നമ്മൾ എന്ത് ജീവികളെ പറഞ്ഞാലും അത് ലോകത്ത് എത്രയുണ്ട്, എത്ര പക്ഷികളുണ്ട് ലോകത്ത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര പക്ഷികളുണ്ട്, കേരളത്തിൽ എത്ര പക്ഷികളുണ്ട്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഏകദേശം ലോകത്ത് 6500ഓളം, ഇതിനകത്ത് 6324 എന്നൊക്കെയുള്ള നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കുറച്ച് പഴയ നമ്പറാണ്. പക്ഷെ ഏകദേശം ഒരു 6500ഓളം സ്പീഷീസ് നമുക്ക് ലോകത്താകമാനമുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ 500-ലധികം സ്പീഷീസ് ഉണ്ട്. അതിൽ തന്നെ എൻഡമിക് ടു ഇന്ത്യ ഏകദേശം 190-ലധികം സ്പീഷീസ് എൻഡമിക് ടു ഇന്ത്യ ആണ്. കേരളത്തിനകത്താണെങ്കിൽ ഏകദേശം ഒരു 185, അത് 190ഓളം അടുക്കുന്നുണ്ട്. ഇത്രയും സ്പീഷീസ് നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. ഇപ്പം തുമ്പികളാണെങ്കിൽ ഭൂമുഖത്ത് വന്നിട്ട് എത്ര വർഷമായി, തുമ്പികൾക്ക് എത്ര പ്രായമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 32 കോടി വർഷം മുമ്പാണ് തുമ്പികൾ ഭൂമിയിൽ എത്തിയിട്ടുള്ളത്. അതായത് 325 മില്യൺ ആണ് പറയുന്നത്. 32 കോടി വർഷം മുമ്പ്. ഇപ്പൊ മനുഷ്യരൊക്കെ ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പ് ഭൂമുഖത്ത് വന്ന ജീവികളാണ് ഈ തുമ്പികൾ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ചോദ്യം വരും, നമുക്ക് പണ്ടുണ്ടായിരുന്ന തുമ്പി, അതായത് ഡൈനോസറിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന തുമ്പിയും ഇപ്പോഴുണ്ടായിരുന്ന തുമ്പിയൊക്കെ ഒരേപോലെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയിലൊക്കെ ഒരേപോലെയാണ്. അതിന്റെ ബോഡിയുടെ സ്ട്രക്ചർ ഒക്കെ ഏകദേശം ഒരേപോലെയാണ്. എനിക്ക് ഇതിൽ കാണാൻ പറ്റും. ഒരു ഫോസിലാണ്, ഒരു തുമ്പിയുടെ ഫോസിലാണ്. മെഗാന്യൂറ മൊനായി എന്ന് പറയുന്നുള്ള ഒരു ഫോസിലാണ്, തുമ്പിയുടെ ഫോസിലാണ്. ഏകദേശം 75 സെന്റിമീറ്റർ ആണ് അതിന്റെ വിങ് സ്പാൻ എന്ന് പറയുന്നത്. 75 സെന്റിമീറ്റർ. നിങ്ങൾ ആലോചിച്ച് നോക്കാം, 3/4 മീറ്ററോളം നീളമുണ്ട് അതിന്റെ ഒരു ചിറകിന്റെ അറ്റത്ത് നിന്ന് മറ്റേ ചിറകിന്റെ അറ്റത്ത് വരെ. അപ്പൊ വലിയ സൈസ് ഉള്ള തുമ്പികളായിരുന്നു ആ കാലഘട്ടത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ സൈസുള്ള തുമ്പികളാണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ ഏത് ആണെങ്കിലും നമ്മൾ ജീവികളെ ശാസ്ത്രീയമായിട്ട് വർഗീകരിക്കും. അപ്പൊ ശാസ്ത്രീയമായിട്ട് വർഗീകരിക്കുന്ന സമയത്ത് ഇതിപ്പം നിലവിൽ ഉള്ളത് ഫൈലം ആർത്രോപോഡയാണ്. ആർത്രോപോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജോയിന്റഡ് ലെഗ് ഉള്ള ഗ്രൂപ്പുകളാണ്. അതിനകത്ത് ഇൻസെക്റ്റയിലാണ്, പ്രാണിവർഗത്തിലാണ്. അതിൽ ഓർഡർ ഒഡോണേറ്റ, സബ് ഓർഡർ 2 സബ് ഓർഡർ ഉണ്ട്. അതായത് തുമ്പികളെ മൊത്തത്തിൽ നമ്മൾ ഒഡോണേറ്റ എന്നാണ് പറയുന്നത്. അതിനകത്ത് 2 സബ് ഓർഡർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് സൈഗോപ്റ്റീറ എന്ന്, അതേപോലെ അനൈസോപ്റ്റീറ എന്ന് പറയുന്നത്. സൈഗോപ്റ്റീറ എന്ന് പറയുന്നത് ഡാംസൽ ഫ്ലൈസും അനൈസോപ്റ്റീറ എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്ലൈസും ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ 2 തരത്തിലുള്ള തുമ്പികൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? 2 തരത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാംസൽ ഫ്ലൈയും ഡ്രാഗൺ ഫ്ലൈയും, സൂചിത്തുമ്പികളും കല്ലൻ തുമ്പികളും. ഈ ഒരു കാര്യം നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കല്ലൻ തുമ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൂചിത്തുമ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒന്ന് മൈക്ക് തുറന്നിട്ട് പറഞ്ഞു. കുട്ടികളിൽ ആരെങ്കിലും? ആരുല്ലേ? ഉത്തരം പറഞ്ഞ പറഞ്ഞോ. Can you repeat the question in English? Okay, I can. Do you have familiar with this damsel flies and dragonflies? Do you know how to differentiate them? ഓക്കെ, നമുക്ക് മുമ്പിലോട്ട് പോകും. അപ്പം കുട്ടികൾ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഈ തുമ്പി? യു ക്യാൻ കണ്ടിന്യൂ. Through the tails. Okay, through the tails. Okay, by size wise we can distinguish them.
because the dragonfly has a very big and stout body. They are strong flies, but damselflies are comparatively thinner bodied organism. Okay, so we'll come to know how to differentiate them. Okay, later. ഓക്കെ ഫൈൻ. ദെൻ നമ്മൾ ഈ തുമ്പികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സ്പെഷ്യൽ ആയിട്ട് പറയുകയാണെങ്കിൽ ദേ ബ്രീഡ്സ് ഇൻ ഫ്രഷ് വാട്ടർ. മിക്കവാറും എല്ലാ തുമ്പികളും ബ്രീഡ് ചെയ്യുന്നുള്ളത്, അത് മുട്ടയിടുന്നുള്ളത് ഫ്രഷ് വാട്ടറിലാണ്. അതായത് തുമ്പികൾ മുട്ടയിടുന്നുള്ളത് വെള്ളത്തിലാണ് മുട്ടയിടുക. സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും തുമ്പികൾ മുട്ടയിടുന്നത് ഇലയിലോ പൂവിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ചില ആളെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അല്ല, തുമ്പികൾ ശുദ്ധജലത്തിൽ മുട്ടയിടുന്ന ജീവികളാണ്. അതേപോലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ മൂവ് എനി ഡയറക്ഷൻ, ദേ ക്യാൻ മൂവ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻ. അതായത് തുമ്പികൾക്ക് എല്ലാ ദിശയിലേക്കും പറക്കാൻ പറ്റും. അതിന് മുമ്പിലോട്ട് പറക്കാൻ പറ്റും, പുറകിലോട്ട് പറക്കാൻ പറ്റും, സൈഡിലോട്ട് പറക്കാൻ പറ്റും, താഴോട്ട് പറക്കാൻ പറ്റും, ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കാൻ പറ്റും. എല്ലാ ഡയറക്ഷനിലേക്കും അതിന് പറക്കാനൊക്കെയുള്ള കഴിവുണ്ട്. ഓക്കെ, അതുകൂടാതെ കമ്പാരിറ്റീവ്ലി നല്ല സ്പീഡിൽ പറക്കുന്ന ജീവികളാണ് തുമ്പികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം നോർമലി ഒരു 30 km/h സ്പീഡിലൊക്കെ പറക്കാൻ പറ്റും ഈ തുമ്പികൾക്ക്. അതുകൂടാതെ തുമ്പികളെല്ലാം എന്താണ്, കാർണിവോറസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മളിപ്പം തുമ്പീനൊക്കെ പൂവിലൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പൊ പൂവിലിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇത് തേനുണ്ണാൻ വേണ്ടിയിട്ട്, നെക്ടറിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ളത്. അല്ല, തുമ്പികൾ ടോട്ടലി എന്താണ്, കാർണിവോറസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. നോർമലി അതിന്റെ കാലുകളെ വെച്ചിട്ട് ബാസ്ക്കറ്റ് പോലെയാക്കിയിട്ട് പറന്നു നടക്കുന്ന ഇൻസെക്റ്റുകളെയാണ് തുമ്പികൾ പിടിക്കുന്നത്. അപ്പൊ തുമ്പികൾ ജീവനുള്ള പറന്നു നടക്കുന്ന ഇൻസെക്റ്റുകളെ പിടിച്ചു തിന്നുന്ന കാർണിവോറസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അത് എന്തിനൊക്കെ തിന്നും? ഇപ്പൊ ഇതിൽ നിങ്ങൾ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു തുമ്പി, അത് ഓർത്തറീറ്റം സബീന, ഗ്രീൻ മാർഷ് ഹോക്ക്, പച്ചവ്യാളി എന്ന് പറയുന്നുള്ള തുമ്പി വേറൊരു തുമ്പീനെ, ട്രൈറ്റോമസ് ഫെസ്റ്റിവന്റെ ഫീമെയിലിനെ തിന്നുകയാണ്. കാർത്തുമ്പിയുടെ ഫീമെയിലിനെ നിങ്ങൾക്ക് തിന്നുന്നതാണ് കാണുന്നുള്ളത്. ഇതിൽ പിന്നെ പ്രേന്റെ അബ്ഡോമന്റെ അറ്റത്ത് ഒരു നീല കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ നീല കളർ എന്ന് പറയുന്നുള്ളത് അതിന്റെ ആക്ച്വലി എഗ് ആയിരുന്നു, അതായത് ഫീമെയിൽ ആയിരുന്നു അത്. അപ്പം അതിനെ തിന്നുന്ന സമയത്ത് അതിനകത്തുള്ള എഗ്ഗുകളൊക്കെ അതിന്റെ ആ പെയിൻ കാരണം പുറത്തു വരുന്നതായിരിക്കണം. എനിവേ തുമ്പികളെ തന്നെ പിടിച്ചു. ഇനി വേറെന്തിനെങ്കിലും തിന്നോ? തുമ്പികൾക്ക് എന്തിനെ വേണേലും തിന്നാൻ പറ്റും. അതിന് പിടിക്കാൻ പറ്റുന്ന എന്തിനേയും അത് പിടിക്കും. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു തുമ്പി ഒരു ഹമ്മിങ് ബേർഡിനെയാണ് പിടിച്ചിരിക്കുന്നത്. ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ സ്മോളസ്റ്റ് ബേർഡാണ്. അപ്പം ആ സ്മോളസ്റ്റ് ബേർഡിനെ ആര് പിടിച്ചു നിന്നിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ നിന്നുള്ള ഫോട്ടോ അല്ല, ഒരു ഫോറിനർ എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ തുമ്പികൾ വേണമെങ്കിൽ അതിന് പിടിക്കാൻ പറ്റുന്ന ഏത് ജീവിനെ വേണേലും എന്ത് ചെയ്യാം, തുമ്പികൾ പിടിക്കും. ഓക്കെ, പറന്ന് നടക്കുന്ന എന്തിനേയും പിടിക്കും. പിന്നെ അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നുള്ളത് അതിന്റെ കണ്ണുകളാണ്. കണ്ണുകൾ ദേ ഹാവ് കോമ്പൗണ്ട് ഐ. അപ്പം കോമ്പൗണ്ട് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം കണ്ണുകൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ് അല്ലെ. നമുക്ക് ഇതിനകത്ത് ഒമാറ്റീരിയ എന്ന് പറയുന്നുള്ള കുഞ്ഞു ലെൻസുകൾ കൊണ്ടാണ് അതിന്റെ കണ്ണ്. ഇപ്പൊ സാധാരണഗതിയിൽ ഈച്ചന്റെ ആയാലും അതേപോലെ തേനീച്ചന്റെ ഇതിന്റെയൊക്കെ കണ്ണുകൾ ഇങ്ങനെ തന്നെയാണ്. കുറെ മിക്കവാറും ഇൻസെക്റ്റുകളുടെ കണ്ണുകൾ ഇതേപോലെ കോമ്പൗണ്ട് ഐ ആണ്. അപ്പോൾ അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നുള്ളത് ഒമാറ്റീരിയ എന്ന് പറയുന്നുള്ള പിന്നെ ചെറു ലെൻസുകൾ കൊണ്ടാണ്. ആരോ പ്രസന്റേഷൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ പ്രസന്റേഷൻ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. ഒന്ന് എക്സിറ്റ് ആയിട്ട് ഒന്നുകൂടെ റീജോയിൻ ചെയ്തോളൂ കേട്ടോ. സാന്ദ്രയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു 30 സെക്കൻഡ് കൊടുക്കാം സാർ. ഓക്കെ, അവരൊന്ന് ലെഫ്റ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്തോട്ടെ. സാന്ദ്ര ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്നുകൂടി ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂ. അവരുടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, അവര് ലെഫ്റ്റ് ആവുന്നില്ല. സാർ കണ്ടിന്യൂ ചെയ്തോളൂ സാർ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഇൻസെക്റ്റിനെ, തുമ്പീനെ നമ്മൾ നിരീക്ഷണത്തിന് പോകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് തുമ്പിന്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ട്.
ഓക്കെ. അപ്പം സാധാരണ ഇൻസെക്റ്റുകളെ പോലെ തുമ്പിക്ക് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ബോഡി. ഒന്ന് ഹെഡ്, പിന്നൊന്ന് തൊറാക്സ്, പിന്നൊന്ന് അബ്ഡോമൻ. അപ്പൊ കുറച്ചു മുമ്പ് നമ്മുടെ ഉഷ പറഞ്ഞിരുന്നു എന്തായിരുന്നു അതിന്റെ ടെയില് ലോങ് ആണെന്നല്ല. ആക്ച്വലി തുമ്പികൾക്ക് എന്തില്ല, ടെയിലില്ല. നമ്മൾ ടെയിൽ എന്ന് പറയുന്നത്, വാല് എന്ന് പറയുന്നുള്ള സാധനം എന്താണ്, യഥാർത്ഥത്തിൽ അതിന്റെ അബ്ഡോമൻ ആണ്, അതിന്റെ ഉദരാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വയറാണ്. ഓക്കെ. അപ്പോൾ ഇതിന് ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ, തല, എന്താണ് ഉരസ്, അതേപോലെ ഉദരം, അതേപോലെ ഉരസ്, ഈ 3 ഭാഗങ്ങളാണ് കാണുന്നത്. ഓക്കെ. അപ്പം ഇതാണ് അതിന്റെ ഹെഡ്. കോമ്പൗണ്ടായി അതിന്റെ മുൻഭാഗം ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് അതിന്റെ തൊറാക്സ്. തൊറാക്സിലാണ് നമുക്ക് 3 pairs ഓഫ് ലെഗ്സും അതേപോലെ 2 pairs ഓഫ് വിങ്സും കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പം 6 കാലുകളുണ്ട്, അതേപോലെ 2 ജോഡി ചിറകുകൾ, ടോട്ടൽ 4 ചിറകുകളാണ് ഇതിനകത്തുള്ളത്. ഇതാണ് അതിന്റെ വിങ്സ്. ഇപ്പൊ നിങ്ങൾ വിങ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ബ്ലാക്ക് സ്പോട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ 2 വിങ്സിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ആക്ച്വലി അതിനെ നമ്മൾ ടീറോസ്റ്റിഗ്മ എന്നാണ് പറയുക. ഈ ടീറോസ്റ്റിഗ്മന്റെ പ്രത്യേകത, അതിനെ തുമ്പികളെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ, തിരിച്ചറിയുന്നതിൽ ആ ടീറോസ്റ്റിഗ്മക്ക് നല്ല റോൾ ഉണ്ട്. അതുകൂടാതെ ഇതിന്റെ തുമ്പികൾക്കുള്ള ഗുണം എന്ന് പറയുന്നത് അതിന്റെ പറക്കലിനെ കൺട്രോൾ ചെയ്യുന്നുള്ളത് ഈ ഒരു ടീറോസ്റ്റിഗ്മയാണ്. ആ ടീറോസ്റ്റിഗ്മയുടെ വെയിറ്റ് അതൊക്കെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ വിങ്സിന്റെ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത് ആരാണ്, ഈ ടീറോസ്റ്റിഗ്മ എന്ന് പറയുന്നുള്ള സ്ട്രക്ചറാണ്. ഓക്കെ. പിന്നെ അതിന്റെ അബ്ഡോമൻ, നമ്മൾ അതിന്റെ വയറ്, വാല് എന്നൊക്കെ പറയുന്നുള്ളത്. അപ്പം ചില ആൾക്കാരെങ്കിലും തുമ്പീനെ പിടിച്ചിട്ട് അതിന്റെ അബ്ഡോമനിൽ, നമ്മൾ പറയും വാലിൽ എന്ന് പറയും, വാലിൽ ഇങ്ങനെ നൂലൊക്കെ കെട്ടി വിട്ടിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അത് അതിന്റെ വാലല്ല, അതിന്റെ അബ്ഡോമൻ ആണ്. വേണമെങ്കിൽ നമുക്ക് വയറെന്ന് വേണമെങ്കിൽ പറയാം. 10 സെഗ്മെന്റുകൾ കൂടി ചേർന്നിട്ടുള്ള അബ്ഡോമൻ ആണ് അതിനകത്ത് കാണുന്നത്. ഓക്കെ. അപ്പം ഇതാണ് അതിന്റെ ഏറ്റവും അവസാനമുള്ള ഭാഗം, ആനൽ അപ്പൻഡേജ് എന്ന് പറയും. നമുക്ക് ഏറ്റവും അബ്ഡോമന്റെ, മെയിലിന്റെയും ഫീമെയിലിന്റെയും ഏറ്റവും അറ്റത്ത് കാണും. ഇതിപ്പോ മെയിലിന്റെ ആനൽ അപ്പൻഡേജസ് ആണ്. അപ്പൊ ഈ ഒരു ആനൽ അപ്പൻഡേജിനെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ കുറുവാൽ എന്ന് വിളിക്കാം, കുറുവാൽ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെ ഹൗ ടു ഡിഫറൻഷിയേറ്റ് ഡ്രാഗൺ ഫ്ലൈസ് ആൻഡ് ഡാംസൽ ഫ്ലൈസ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഡ്രാഗൺ ഫ്ലൈസ് എന്നും ഡാംസൽ ഫ്ലൈസും സൈഗോപ്റ്റീറ എന്നും അനൈസോപ്റ്റീറ എന്നും പറയുന്നുള്ള 2 സബ് ഓർഡർ ഉണ്ട്. അപ്പൊ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് ഡ്രാഗൺ ഫ്ലൈസ് ആണ്, റൈറ്റ് സൈഡിൽ, നിങ്ങളുടെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലുള്ളത് ഡാംസൽ ഫ്ലൈസ് ആണ്. എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? വളരെ എളുപ്പമാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഡ്രാഗൺ ഫ്ലൈസ് ആണെങ്കിൽ അതിന്റെ കണ്ണുകൾ അടുത്തടുത്ത്, അതായത് മുട്ടിയിട്ടുണ്ടാവും. ഡാംസൽ ഫ്ലൈസ് ആണെങ്കിൽ അതിന്റെ കണ്ണുകൾ വൈഡ് അപ്പാർട്ടായിരിക്കും, അതായത് 2 കണ്ണുകളും തമ്മിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ അപ്പുറത്തെ വരും സൈഡുകളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ ഡ്രാഗൺ ഫ്ലൈസിൻ്റെതാണെങ്കിൽ അതിന്റെ മുൻചിറകുകളും പിൻചിറകുകളും, ഫോർ വിങ്സ് ആൻഡ് ഹൈൻഡ് വിങ്സും അൺഈക്വൽ സൈസിലാണ്. ഓക്കെ. അതുകൊണ്ടാണ് അനൈസോപ്റ്റീറ എന്നാണ് വിളിക്കുന്നുള്ളത്. ഡാംസൽ ഫ്ലൈസിന്റെ ആണെങ്കിൽ എല്ലാ വിങ്സും ഒരേപോലെയാണ്. അപ്പോൾ നിങ്ങൾ ഈ റൈറ്റ് സൈഡിലുള്ള ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു ചിറക് പോലെ തോന്നും, പക്ഷെ 4 ചിറകുകൾ അത് ഉണ്ട് ടോട്ടലായിട്ട്. പിന്നെ നമുക്ക് തുമ്പികൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡ്രാഗൺ ഫ്ലൈസിൽ റോബസ്റ്റ്, സ്ട്രോങ് ആൻഡ് റോബസ്റ്റ് ബോഡിയാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഡാംസൽ ഫ്ലൈസ് അത് എന്താണ്, സ്ലെൻഡർ ആൻഡ് ഫ്രജൈൽ ആയിട്ടുള്ള ബോഡിയാണ്. ഡ്രാഗൺ ഫ്ലൈസ് സാധാരണഗതിയിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിങ്സ് സ്പ്രെഡ് ചെയ്ത് വെക്കും, വിരിച്ചു വെക്കും. ഡാംസൽ ഫ്ലൈസ് ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിറകുകളൊക്കെ പൂട്ടി വെക്കും, ഈ ചിത്രത്തിലുള്ള പോലെ തന്നെ. ഓക്കെ. ഡ്രാഗൺ ഫ്ലൈസ് സ്ട്രോങ് ഫ്ലയേഴ്സ് ആണ്, അജൈൽ ഫ്ലയേഴ്സ് ആണ്. പക്ഷെ ഡാംസൽ ഫ്ലൈസ് കമ്പാരിറ്റീവ്ലി വീക്കർ ഫ്ലയേഴ്സ് ആണ്. ഓക്കെ. അപ്പം ഞാൻ 1-2 എക്സാമ്പിളുകൾ കാണിച്ചു തരാം. ഇത് കരിനീല ചിറകൻ, റയോതമിസ് ട്രയാങ്കുലാരിസ് എന്ന് പറയുന്നുള്ള തുമ്പിയാണ്. നമുക്ക് കണ്ടാൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും, വിങ്സ് ഓപ്പൺ ആയിട്ട് വെക്കുന്നതാണ്. സോ ദിസ് ഈസ് ഡ്രാഗൺ ഫ്ലൈ. ഓക്കെ. ഇത് സെറിയാഗ്രിയോൺ കോറമാൻഡലിയാണ്. കനൽവാലൻ ചതുപ്പൻ. ഓക്കെ. അപ്പം നേരത്തെ സ്ലൈഡിൽ സ്ട്രോങ്ങർ ഫ്ലയേഴ്സ് എന്ന് വിളിച്ചിട്ടുണ്ട്, അത് പറക്കലിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആരോ സംശയം ചോദിച്ചിട്ടുണ്ട്. നന്നായിട്ട് പറക്കും, സ്ട്രോങ് ആയിട്ട് പറക്കും, മറ്റത് സ്ട്രോങ് ആയിട്ട് പറക്കില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഇത് ഡാംസൽ ഫ്ലൈ ആണ്, കനൽവാലൻ ചതുപ്പൻ എന്ന് പറയും. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ചിറക് പൂട്ടി വെച്ചിട്ടാണുള്ളത്. അതിന്റെ കണ്ണുകൾ നോക്കി, കണ്ണുകൾ തമ്മിൽ മുട്ടിയിട്ടില്ല, രണ്ടും എന്താണ്, 2 സൈഡിലേക്കാണ്. ഇപ്പൊ ഞണ്ടിന്റെ ഒക്കെ കണ്ണിനെ പോലെ 2 സൈഡിലേക്കാണ് ഇത് കാണുന്നത്. ഓക്കെ. അപ്പൊ ഇനി കുട്ടികൾ പറഞ്ഞോട്ടെ, ഇത് ഡ്രാഗൺ ഫ്ലൈ ആണോ ഡാംസൽ ഫ്ലൈ ആണോ? ന്യൂറോത്തമിസ് ഇന്റർമീഡിയ എന്ന് പറയുന്ന ഡ്രാഗൺ ഫ്ലൈ ആണ്. ബിക്കോസ് അതെന്താണ്, വിങ്സ് ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, റോബസ്റ്റ് ബോഡിയാണ്, കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. പുൽത്തുരുമ്പ് എന്ന് പറയുന്നുള്ള ന്യൂറോത്തമിസ് ഇന്റർമീഡിയ എന്ന് പറയുന്നുള്ള തുമ്പിയാണ്. ഇതോ
Damsel. ഡാംസൽ ഫ്ലൈ ആണ്. എന്തുകൊണ്ട്? വിങ്സ് പൂട്ടി വെച്ചിട്ടുണ്ട് അല്ലെ? കണ്ണുകൾ നമ്മൾ കാണുന്നില്ല, എന്നാലും കണ്ണുകൾ വേറെ വേറെ ആയിരിക്കും ഉണ്ടാവുക. വിങ്സ് പൂട്ടിയിട്ടുണ്ട്. നീർമാണിക്യം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഹെലിക്കോസൈപ്പർ ബൈസിഗ്നേറ്റ എന്ന് പറയുന്നുള്ള തുമ്പിയാണ്. ഓക്കെ, ഇത് പറഞ്ഞേ, ഡ്രാഗൺ ഫ്ലൈ ആണോ ഡാംസൽ ഫ്ലൈ ആണോ? Damsel fly. ഡാംസൽ ഫ്ലൈ ആണ്. ബട്ട് അതിന്റെ വിങ്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ലേ? Yes. വിങ്സ് ആർ ഓപ്പൺ. പക്ഷെ വിങ്സ് ഓപ്പൺ ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടില്ല. അതിന്റെ ബോഡി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ണ് വൈഡ് അപ്പാർട്ടാണ്. അത് ഡാംസൽ ഫ്ലൈന്റെ ക്യാരക്ടറാണ്. അതിന്റെ അബ്ഡോമൻ സ്ലെൻഡർ ആണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇതെന്താണ്? ഡാംസൽ ഫ്ലൈ ആണ്. പക്ഷെ വിങ്സ് എന്താണ്? ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ്. ഈ ഒരു ഗ്രൂപ്പ് ലെസ്റ്റസ് ആണ്. പച്ച ചേരാച്ചിറകൻ എന്ന് പറയും, ലെസ്റ്റിലെ എന്ന് പറയുന്നുള്ള ഗ്രൂപ്പ്. അതിനെ ചേരാച്ചിറകന്മാർ. ഇത് ചേരാച്ചിറകന്മാരാണ്. അതായത് അത് സാധാരണഗതിയിൽ ഇരിക്കുന്ന സമയത്ത് ചിറക് വിരിച്ചിട്ടാണ് വെക്കുക. സോ ചേരാച്ചിറകന്മാര് ഡാംസൽ ഫ്ലൈ ആണ്, പക്ഷെ ചിറക് വിരിച്ചു വെക്കുന്ന ഡാംസൽ ഫ്ലൈ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി ഞാൻ കുറച്ച് ചിത്രം കാണിച്ചു തരും. ഇതോ ഡ്രാഗൺ ഫ്ലൈ ആണോ ഡാംസൽ ഫ്ലൈ ആണോ? Damsel fly. Damsel fly. ഇത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഡാംസൽ ഫ്ലൈ ആയിട്ട് തോന്നും അല്ലെ? അതിന്റെ അബ്ഡോമൻ നാരോ ആണ്, പക്ഷെ വിങ്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തുമ്പി, നേരത്തെ ഞാൻ തുമ്പിക്ക് കാണിക്കുമ്പോൾ ഇല്ലാത്ത ഒരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്. ഇതിന്റെ ആന്റിന നല്ല വലിയ ആന്റിനയാണ്. തുമ്പികൾക്ക് സാധാരണഗതിയിൽ ആന്റിന ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പൊ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആന്റിന കാണാൻ പറ്റും. ഒരു സെക്കൻഡ്, ചിത്രം മാറിയിട്ടില്ല. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആന്റിന കാണാൻ പറ്റും. കണ്ണിന്റെ അടുത്ത് വളരെ കുഞ്ഞ് ചെറിയ രണ്ട് ആന്റിന, അത് നമ്മൾ അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. പക്ഷെ ഈ ചിത്രത്തിലുള്ളത് വലിയ ആന്റിനയാണ്. സോ ഇതെന്തല്ല, ഒഡോണേറ്റ അല്ല, പകരം വേറൊരു ഗ്രൂപ്പാണ്. ന്യൂറോപ്റ്റീറ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഇത് ആക്ച്വലി നമ്മൾ കുഴിയാന, ആൻലയൻ എന്ന് പറയുന്നുള്ള കുഴിയാന അതിന്റെ അഡൽട്ട് ഫോം ആണ്. ചിലപ്പോൾ മലയാളത്തിൽ അതിനെ കുഴിയാന തുമ്പി എന്ന് വിളിക്കാറുണ്ട്. അതെന്തല്ല, ആക്ച്വലി തുമ്പിയല്ല, പക്ഷെ എന്താണ്, കുഴിയാനയുടെ അഡൽട്ട് ഫോം ആണ്. അപ്പൊ ഈ ഒരു അഡൽട്ട് ഫോമിൽ ചിലപ്പോൾ നമ്മളിപ്പോ ഈ മഴയൊക്കെ തുടങ്ങുന്ന സമയത്ത് രാത്രി ട്യൂബ് ലൈറ്റിന്റെ അടുത്തൊക്കെ വരാറുണ്ട്. സാധാരണ പകൽ സമയത്ത് പുല്ലിന്റെ അടുത്തൊക്കെ നമുക്ക് കാണും, രാത്രി ട്യൂബ് ലൈറ്റിന്റെ അടുത്തൊക്കെ ഇത് വരാറുണ്ട്. അപ്പൊ ഇത് മുട്ടയിട്ടിട്ടാണ് കുഴിയാന ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ മിക്കവാറും കുഴിയാനകൾ നല്ല ഡ്രൈ ആയിട്ടുള്ള മണ്ണിലാണ് മുട്ടയിടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുഴിയാന തുമ്പികളും ഡ്രൈ ആയിട്ടുള്ള മണ്ണിൽ മുട്ടയിടുന്നൊന്നുമില്ല. പക്ഷെ ഇത് കുഴിയാന, ഇതാ കുഴിയാനെന്ന് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മൾ കുഴിയാന എന്ന് പറയുന്നുള്ള ആൻലയൻ. ഓക്കെ, ഇതോ തുമ്പിയാണോ ഡ്രാഗൺ ആണോ ഡാംസൽ ആണോ? എനിബഡി? ഡാംസൽ എന്ന് പറയും അല്ലെ? പക്ഷെ നോക്ക്, ആന്റിന ഉണ്ട്. ഞാൻ പറഞ്ഞു തുമ്പിക്ക് എന്തില്ല, ആന്റിന ഇല്ല. സോ ഇത് നല്ല ലോങ് ആന്റിന ഉണ്ട് അല്ലെ? കൊമ്പുണ്ട്, രണ്ട് വലിയ കൊമ്പുണ്ട്. സോ ഇതും എന്തല്ല, തുമ്പിയല്ല. പക്ഷെ തുമ്പിനെ പോലെ കാണാൻ തുമ്പിനെ പോലൊക്കെ ഉണ്ടാവും. ആക്ച്വലി ദേ ആർ ഓൾ ഫ്ലൈ. ഓക്കെ, ഇപ്പം നേരത്തെ കാണിച്ച ആൺലയനും തുമ്പിയല്ല, ഈ ഓൾ ഫ്ലൈ എന്തല്ല, തുമ്പിയല്ല, പക്ഷെ കാണാൻ തുമ്പിനെ പോലെ ഉണ്ടാവും. ഇനിയിപ്പം ഈ സാധനം ഡ്രാഗൺ ഫ്ലൈ ആണോ ഡാംസൽ ഫ്ലൈ ആണോ? Dragonfly. ഡ്രാഗൺ ഫ്ലൈ അല്ലെ? റോഡോത്തന് സൂഫ, ചെമ്പൻ തുമ്പി എന്ന് പറയുന്നുള്ള തുമ്പിയാണ്. ഇത് പൂവിൽ ഇരുന്നിട്ടാണ് ഉള്ളത് അല്ലെ? അപ്പൊ പൂവിൽ ഇരുന്നിട്ടാണ്. ഇങ്ങനത്തെ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഡ്രാഗൺ ഫ്ലൈ വന്നിട്ട് പൂവിന്റെ മുകളിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ തേനെല്ലാം കുടിക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ അതെന്തില്ല, തേൻ കുടിക്കുന്നതല്ല. പിന്നെ എന്തിനാ അത് പൂവിന്റെ മുകളിൽ വന്നിട്ട് ഇരിക്കുന്നത്? ഏത് പൂവിലാണ് അത് ഇരുന്നിട്ടുള്ളത്? ഇപ്പം ഈ ചിത്രത്തിനകത്ത് ഇത് പരിചയമുള്ള ഒരു പൂവാണ്. സിംഗപ്പൂർ ഡെയ്സി എന്ന് പറയുന്നുള്ള പൂവിന്റെ മുകളിലാണ് ഇത് ഇരുന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് അവിടെ ഇരിക്കുന്ന കാരണം സിംഗപ്പൂർ ഡെയ്സിന്റെ ചെടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള ഭാഗം എന്ന് പറയുന്നത് അതിന്റെ പൂവാണ്. അപ്പം ഈ സാധാരണ തുമ്പികൾ അതിന് പിന്നെ പറ്റുന്ന ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഏതെങ്കിലും ഒരു കമ്പി പോയിട്ട് ഇരിക്കും. അതിന് ചുറ്റുഭാഗത്തും പറക്കുന്ന തുമ്പികളെ പ്രാണികളെ കാണാൻ വേണ്ടിയിട്ടാണ് അത് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇരുന്നു മാത്രം, അല്ലാതെ അതിനെന്തില്ല, അതിന്റെ പൂന്തേനുമായിട്ട് തേൻ കുടിക്കാനൊന്നും വന്നിരുന്നതല്ല. പിന്നെ അതിൽ സെക്ഷൽ ഡൈമോർഫിസം ഉണ്ട്. ആൺതുമ്പിയും പെൺതുമ്പിയും രണ്ട് കളറായിരിക്കും. അപ്പൊ ഈ ചിത്രത്തിൽ ഇണചേരുന്ന ആൺതുമ്പിനെയും പെൺതുമ്പിനെയാണ് കാണുന്നുള്ളത്. അതിൽ ചുവപ്പ് കളറിൽ നമ്മളിപ്പോ കാണുന്നുള്ളത് അതിൽ ആൺതുമ്പിയാണ്. താഴെയുള്ളത് നമ്മൾ കാണുമ്പോൾ ബ്ലാക്ക് പോലെ തോന്നും, ആക്ച്വലി അത് അതിന്റെ അബ്ഡോമന്റെ അടിഭാഗമാണ്. അതൊരു ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിരിക്കും. അത്
ഫീമെയിൽ ആണ്. ഓക്കെ, സാധാരണ ആൺതുമ്പികളാണ് നല്ല കളർഫുൾ ആയിട്ട് കാണുന്നത്. ചെന്തവിടൻ വ്യാളി എന്നാണ് ഇതിനെ വിളിക്കുന്നുള്ളത്. അപ്പം ഇത് മെയിലും ഫീമെയിലും, പവിഴവാലൻ വ്യാളി എന്ന് പറയുന്നുള്ള തുമ്പിയുടെ മെയിലും ഫീമെയിലും ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും, മെയിലിന് നല്ല അതിന്റെ ചിറകിലൊക്കെ നല്ല കളർ ഉണ്ട്, ഫീമെയിലിന് അത്ര കളർ ഇല്ല, അത്ര കളർഫുൾ ആയിട്ടുള്ളത് അല്ല. ഓക്കെ, അപ്പം ഇത് സ്വാമിത്തുമ്പിയാണ്. ഇടത്തെ ഭാഗത്ത് നിങ്ങൾക്ക് 2 ചിത്രം കാണാൻ പറ്റും. ചിറക് നല്ല കറുപ്പ് കളറിലുള്ള ഒരു തുമ്പി, താഴെ അത്ര കറുപ്പ് കളർ ഇല്ലാത്ത ഒരു തുമ്പിയും. ഇപ്പൊ മുകളിലുള്ളത് ആൺതുമ്പിയാണ്, താഴെയുള്ളത് പെൺതുമ്പിയാണ്. പക്ഷെ നിങ്ങളുടെ സ്ക്രീനിന്റെ വലത്തെ ഭാഗത്ത് കാണുന്ന സാധനം അതെന്താണ്? നല്ല കറുത്ത കളർ ഉണ്ട്. ആൺതുമ്പി എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അതെന്തല്ല, ആൺതുമ്പിയല്ല, പക്ഷെ പെൺതുമ്പി തന്നെയാണ്. ആൺതുമ്പിന്റെ കളറുള്ള പെൺതുമ്പി, അതിനെ നമ്മൾ ആൻഡ്രോമോർഫിസം എന്നാണ് വിളിക്കുന്നത്. അത് ചിലപ്പോൾ ചില തുമ്പികൾ അങ്ങനെ കാണിക്കാറുണ്ട്. ഇത് നമ്മളെ ഓണത്തുമ്പി അല്ലെങ്കിൽ ശലഭത്തുമ്പി എന്നൊക്കെ വിളിക്കുന്ന തുമ്പിയാണ്, അല്ലെങ്കിൽ പൂമ്പാറ്റത്തുമ്പി എന്നൊക്കെ വിളിക്കുന്ന തുമ്പിയാണ്. നല്ല കളർഫുൾ ആണ്, പൂമ്പാറ്റിനെ പോലെ ഉണ്ട് അതിന്റെ ചിറക് കാണുമ്പോഴത്തേക്ക്. പക്ഷെ ഇതിനകത്ത് നല്ല ചിറകിൽ കൂടുതൽ കളർ ഉള്ളത് ആർക്കാണ്? പെൺതുമ്പിക്കാണ്. കുറച്ച് കളർ ഉള്ളത് ആർക്കാണ്? ആൺതുമ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ആൺതുമ്പിയും പെൺതുമ്പിയും കളറിൽ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഇതിനകത്ത് നിങ്ങൾ കാണാൻ പറ്റും, മുകളില് ലെഫ്റ്റ് സൈഡുള്ളത് ആൺതുമ്പിയാണ്, മുകളില് റൈറ്റ് സൈഡ് ഉള്ളത് അതേ കളർ അതേപോലെ ഉണ്ട്, പക്ഷെ അതെന്താണ്? പെൺതുമ്പിയാണ്. അതിനെ നമ്മൾ ആൻഡ്രോമോർഫ് ഫീമെയിൽ എന്നാണ് വിളിക്കുക. ആ മുകളിലുള്ളതിന്റെ യഥാർത്ഥത്തിലുള്ള ഫീമെയിൽ അല്ലെങ്കിൽ നോർമൽ ഫീമെയിൽ എന്ന് പറയുന്നത് താഴെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ വലത്തെ സൈഡിലെ ഏറ്റവും താഴെ നിങ്ങളൊരു തുമ്പിന്റെ ചിത്രം കാണുന്നുണ്ടാവും. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അതിന്റെ ചിറകിന്റെ പകുതി കളറ് ആൺതുമ്പിയും പകുതി പെൺതുമ്പിയാണ്. നമ്മൾ അർദ്ധനാരീശ്വരി എന്നൊക്കെ പറയുന്ന പോലെ ഗൈനാൻഡ്രോമോർഫ്, പകുതി ഭാഗം ആണിന്റെ കളറും പകുതി ഭാഗം പെണ്ണിന്റെ കളറുമാണ്. ഓക്കെ, അങ്ങനെയുള്ളതും ഉണ്ടാവും. ഗൈനാൻഡ്രോമോർഫ്, ആൻഡ്രോമോർഫ് ഉണ്ടാവും, ഗൈനാൻഡ്രോമോർഫ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെ കുറച്ച് കോമൺ ആയിട്ടുള്ള തുമ്പിയാണ്. ഇതിൽ താഴെയുള്ള തുമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നാട്ടുനിലത്തെ ഏറ്റവും താഴെ റൈറ്റ് കോർണറിലുള്ള തുമ്പി നമ്മളെ വീട്ടിന്റെ അടുത്തൊക്കെ കാണുന്ന ഒരു ചെറിയൊരു തുമ്പിയാണ് നാട്ടുനിലത്ത്. അതിന്റെ ഫീമെയിൽ ആണ് ലെഫ്റ്റ് സൈഡ് ഉള്ളത്. മുകളിലുള്ളത് ചുട്ടി നിലത്ത് എന്ന് പറയുന്നുള്ള തുമ്പിയാണ്. അതിന്റെ ലെഫ്റ്റ് സൈഡ് ഉള്ളത് അതിന്റെ ഫീമെയിൽ ആണ്. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈ ആണ് ഞാൻ ഇത്രയും സമയം കാണിച്ചത്. സെക്ഷൽ ഡൈമോർഫിസം ഉണ്ട്, ആണിനും പെണ്ണിനും കളർ വ്യത്യാസം ഉണ്ട്. ഇപ്പൊ ഡാംസൽ ഫ്ലൈയിൽ കളർ വ്യത്യാസം ഉണ്ട്. ഇതാ ഈ ചിത്രം നോക്കിക്കോ, നീർമാണിക്കാൻ. ഇതില് മുകളിലുള്ളതും താഴെയുള്ളതും പറയാൻ പറ്റുമോ? മെയിലാണോ ഫീമെയിൽ ആണോ? Up male, down female. ഫീമെയിൽ, യെസ്, വെരി ഗുഡ്. ഓക്കെ, ബിക്കോസ് കളർ വെച്ചിട്ട് മനസ്സിലാക്കാം അല്ലെ? ശരി, ഇതില് മെയിൽ ആൻഡ് ഫീമെയിൽ നമുക്ക് മനസ്സിലാവും. നൗ എവർ ചേഞ്ചിങ് കളേഴ്സ്. ഓക്കെ, ഇപ്പം തുമ്പികളില് ജുവനൈൽ മെയില് മോർ ഓർ ലെസ് ഫീമെയിലിനെ പോലെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രാജുവലി മെയില് കളർ എടുക്കും. അപ്പൊ ഇതൊരു ട്രൈത്തമിസ് അറോറ സിന്ദൂര തുമ്പിയാണ്. നിങ്ങൾ ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റത്തെ പിക്ചർ ജുവനൈൽ മെയില്, സബഡൽട്ട് മെയിൽ ആകുമ്പോൾ കുറച്ച് കളർ വന്നു, സബഡൽട്ട് ഫീമെയിൽ കുറച്ചുകൂടെ കളർ വന്നത്, ലാസ്റ്റ് മെച്യൂർ മെയിൽ ആകുമ്പോഴത്തേക്ക് നല്ല കളറായി. ഓക്കെ, യങ്ങർ ജുവനൈൽ മെയിലും ഫീമെയിലും ഏകദേശം ഒരേപോലത്തെ കളർ. ഓക്കെ, ഇത് വേറൊന്ന് ത്രിവർണ്ണൻ വ്യാളി ഓർ ത്രീറ്റം ലൂസോണിക് നമ്മുടെ വീട്ടിന്റെ അടുത്തൊക്കെ ഉള്ളത്. ഈ സിന്ദൂരത്തുമ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലേ? ട്രൈത്തമിസ് അറോറ Yes. വീട്ടിന്റെ അടുത്തൊക്കെ ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ ഇതും നമ്മൾ വീട്ടിന്റെ അടുത്തൊക്കെ ഉണ്ടാകുന്ന കിണറിന്റെ അടുത്തൊക്കെ ഉണ്ടാകുന്ന ഒരു തുമ്പിയാണ്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കളർ ആദ്യം ജുവനൈൽ മെയില് അത് ഫീമെയിലിനെ പോലെയുണ്ട്, പിന്നെ സബഡൽട്ട് മെയിൽ, മെച്യൂർ മെയിൽ, ഓൾഡർ മെയിൽ ആകുമ്പോഴത്തേക്ക് നല്ല കളർ വരും. ഓക്കെ, ഇത് മെയിലും ഫീമെയിലും ഉണ്ട്. അപ്പൊ ഇതിന്റെ ലൈഫ് സൈക്കിൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ലൈഫ് സൈക്കിള് അത് മുട്ടയിടുന്നുള്ളത് വെള്ളത്തിലാണ്. വെള്ളത്തിൽ അതിന്റെ ലാർവ അല്ലെങ്കിൽ നിംഫ് ഉണ്ടാവും. നിംഫ് വളർന്ന് വലുതായിട്ട് നിംഫിന്ന് ഡയറക്റ്റ് മോൾട്ട് ചെയ്തിട്ട് തുമ്പി ഉണ്ടാകും. അപ്പൊ നമുക്ക് ബട്ടർഫ്ലൈയും ഡ്രാഗൺ ഫ്ലൈയും ഒരു വ്യത്യാസമുണ്ട്. ബട്ടർഫ്ലൈ ആണെങ്കിൽ ലാർവ ഉണ്ടായിട്ട് ലാർവ പ്യൂപ്പയാവും. പ്യൂപ്പയായിട്ട് കുറച്ച് ദിവസം ഉണ്ടാവും. എന്നിട്ട് ആ പ്യൂപ്പ് പൊട്ടിച്ചിട്ടാണ് ബട്ടർഫ്ലൈ വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമ്മൾ ലാർവ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ തുമ്പികളുടെ കേസിൽ തുമ്പികള് ലാർവ അല്ലെങ്കിൽ നിംഫ് ഉണ്ടാവും. നിംഫിന് എന്തില്ല, പിന്നെ പ്യൂപ്പൽ സ്റ്റേജ് ഇല്ല, പ്യൂപ്പയില്ല. ഓക്കെ, പിന്നെന്താണ്, ഡയറക്റ്റ് അത് എന്ത് ചെയ്യാണ്, വിരിഞ്ഞിട്ട് തുമ്പികളായി മാറും. നിങ്ങൾ എപ്പോഴെങ്കിലും കോക്രോച്ചിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോക്രോച്ചിന്റെ ലാർവനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ കോക്രോച്ചിന്റെ നിംഫ്, ലാർവ നമ്മൾ പറയില്ല, നിംഫ്.
കുഞ്ഞി കോക്രോച്ചിനെ കണ്ടിട്ടുണ്ട്, ചിറകില്ലാത്ത ആരെങ്കിലും? എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. കോക്രോച്ചിന്റെ കുഞ്ഞി കോക്രോച്ച് അതിന് ലിവിങ്സ് ഉണ്ടോ? കോക്രോച്ചിന് പ്യൂപ്പ ഫോർമേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഡയറക്റ്റ് കോക്രോച്ച് വിങ്സ് വരുന്നതാണോ? ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് പഠിച്ചു നോക്കണം കേട്ടോ. കോക്രോച്ചിന്റെ ലൈഫ് സൈക്കിൾ നോക്കണം. ഓക്കെ, ശരി. സോ ഇത് അതിന്റെ മീറ്റിംഗ് ആണ്. സാധാരണഗതിയിൽ മെയില് ഫീമെയിലിനെ പിടിച്ചു, അതിന്റെ മെയിലിന് ഫീമെയിലിലേക്ക് സ്പേം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് മെയിലിന്റെ 10th സെഗ്മെന്റ് നിന്ന് 2nd സെഗ്മെന്റിലേക്ക് അതിന്റെ സ്പേം ട്രാൻസ്ഫർ ചെയ്യും. ഞാൻ സമയം കുറച്ച് അധികമായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. പിന്നെ അതിന്റെ ഹാർട്ട് വീല് മെയില് ഫീമെയിലിലേക്ക് സ്പേം ട്രാൻസ്ഫർ ചെയ്യുന്നു, പിന്നെ മുട്ടയിടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫീമെയില് മുട്ടയിടുമ്പോഴും മെയില് അതിനെ പിടിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ആ ചിത്രം ലാസ്റ്റ് അതായത് ലെഫ്റ്റ് കോർണറുള്ള OV പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മെയില് ഫീമെയിലിനെ പിടിച്ചിട്ട് മീൻസ് അതിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ എഗ്ഗ്. നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിരിക്കില്ല. എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ അത് 5 മുതൽ 40 ദിവസം കൊണ്ട് വിരിഞ്ഞു. അത് ഓരോ സ്പീഷീസിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അത് അതിന്റെ ലാർവൽ സ്റ്റേജ് ഉണ്ടാവും. അതാണ് ഇന്ന് അവർക്ക് ഒരു വീഡിയോ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടയത്ത് നിന്ന് എടുത്ത ഒരു മീറ്റിംഗിന്റെ വീഡിയോ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, ഞാൻ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ എമേർജിങ് സ്റ്റേജസ്. ഇതിപ്പോ അതിന്റെ മീറ്റിംഗ് അപ്പൊ അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. ഈ ഒരു ചിത്രം ഞാൻ എന്തായാലും ഒന്നുകൂടെ നിൽക്കുകയാണ്. ഇപ്പൊ എഗ് ലൈൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സ്ക്രീന് കണ്ടിട്ടുണ്ടാവും. ഇതിനകത്ത് ഒരു മെയിലും ഒരു ഫീമെയിലൊക്കെ എഗ് ലൈനെ കാണാൻ പറ്റും. ആക്ച്വലി ഈ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ഇതൊന്നും തോന്നൂല. ഒരു മെയില് ഫീമെയില് അതൊരു പ്ലാന്റിന്റെ തണ്ടില് ഇങ്ങനെ തുളച്ചിട്ട് മുട്ടയിടുകയാണ്. പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഈ 2 തുമ്പിയും വെള്ളത്തിന്റെ അടിയിലാണ്. അതായത് വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിക്കിടന്നിട്ടാണ്, മെയിലും വെള്ളത്തിന്റെ അടിയിലാണ്, ഫീമെയിലും വെള്ളത്തിന്റെ അടിയിലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സുഡാഗ്രിയോൺ സ്പീഷീസ് ആണിത്. ഏകദേശം ഒരു 20 മിനിറ്റോളം വെള്ളത്തിന്റെ അടിയിൽ ഇരുന്ന് മുട്ടയിടുന്നതിന് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഫൈനലി ആ മുട്ടയൊക്കെ ഇട്ടിട്ട് പുറത്തു വന്ന് കൂളായിട്ട് പറന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് വേറൊരു തുമ്പിയാണ്. സാധാരണ നമ്മൾ തുമ്പികൾ മുട്ടയിടുന്നുള്ളത് വെള്ളത്തിൽ നിന്നാണ് പറയുക. പക്ഷെ ഈ ഒരു തുമ്പി മുട്ടയിടുന്ന തന്നെയാണുള്ളത്, പക്ഷെ വെള്ളത്തിലല്ല മുട്ടയിടുന്നുള്ളത്, ചെളിയിലാണ് മുട്ടയിടുന്നത്. ഏത് ചെളിയിൽ? ഒരു എന്താ പറയല്, ഇതിപ്പോ എന്റെ വീട്ടിന്റെ അടുത്തുനിന്ന് എടുത്തൊരു ഫോട്ടോയാണ്. വീട്ടിലുള്ള തെങ്ങിന്റെ, അതായത് ചെറിയ തെങ്ങിൻ തൈ നട്ട ഒരു കുഴി, ആ കുഴിയുടെ സൈഡിലാണ്, അതായത് അവിടെ ചെളി ഉണ്ടായിരുന്നു, ആ ചെളിയിലാണ് മുട്ടയിടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ചെളിയിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ മഴ വരുമ്പോൾ മഴവെള്ളത്തിനോടൊപ്പം ആ മുട്ട ചെളിയോടുകൂടി താഴെ വെള്ളത്തിലെത്തും. ഓക്കെ, ഇത് ഗൈനക്കാന്ത ദ്രാവിഡ എന്ന് പറയുന്നുള്ള ഒരു തുമ്പിയാണ്. നമ്മളെ വീട്ടിലൊക്കെ രാത്രി ട്യൂബ് ലൈറ്റിന്റെ അടുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ നല്ലോണം സൗണ്ട് ആക്കുന്ന, ചെലന്തി വലയിലൊക്കെ കുടുങ്ങിയിട്ട് കിട്ടുന്ന ഒരു തുമ്പിയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇത് ലാർവയാണ്, ഡാംസൽ ഫ്ലൈന്റെ ലാർവയാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ഡാംസൽ ഫ്ലൈന്റെ ലാർവന്റെ അബ്ഡോമന്റെ അറ്റത്ത് 2 എന്താ പറയല് ഇത് കാണുന്നുണ്ടാവും, ഒരു വാല് പോലെയുള്ള സ്ട്രക്ചർ കാണുന്നുണ്ട്. അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗില്ലാണ് അതിന്റെ. ഇത് ഡ്രാഗൺ ഫ്ലൈന്റെ ലാർവയാണ്, അതായത് കല്ലൻ തുമ്പിന്റെ ലാർവയാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഗില്ലൊന്നും കാണാൻ പറ്റില്ല, അതായത് അതിന്റെ ഉള്ളിലാണ്. പക്ഷെ ഈ ഒരു ലാർവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ വീട്ടിലൊക്കെ ടാങ്ക് കഴുകുന്ന സമയത്തൊക്കെ ടാങ്കിൽ ഈ ഒരു പ്രാണി, നമ്മൾ സാധാരണ അതിനെ പ്രാണി എന്ന് പറയുന്നു, ഈ ഒരു പ്രാണി ലാർവ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. സിമെന്റിന്റെ ടാങ്ക് ഒക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ലാർവ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഇതൊരു നമുക്ക് ഏറ്റവും പരിചയം ഉണ്ടാവേണ്ട ഒരു തുമ്പിയാണ്, ന്യൂറോതോമസ് ഫുൾവിയ എന്ന് പറയുന്നുള്ള തുരുമ്പൻ തുമ്പി. നിങ്ങളെ വീട്ടില് അയ കെട്ടിയിട്ടുണ്ട്, അതായത് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്, ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് വള്ളി കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് സ്ഥിരം വന്നിരിക്കുന്ന ഒരു തുമ്പിയാണ് ഈ ഒരു തുമ്പി, ന്യൂറോതോമസ് ഫുൾവിയ, തുരുമ്പൻ തുമ്പി എന്ന് പറയും. ഓക്കെ, ഇത് 2 കളർ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അത് മെയിലും ഫീമെയിലും അല്ല, രണ്ടും എന്ത് തന്നെയാണ്, മെയിൽ തന്നെയാണ്. ഇപ്പൊ 2 കളർ മോർഫ് എന്ന് മാത്രമേ ഉള്ളൂ, രണ്ടും മെയിൽ തുമ്പിയാണ്. ഇത് കാർത്തുമ്പി. നമ്മൾ ഒരു സിനിമയില് മോഹൻലാൽ ശോഭനോട് പറയുന്നുണ്ട് അല്ലെ, പേര് ചോദിച്ചപ്പോ കാർത്തുമ്പി അല്ലെ. കാർത്തുമ്പിയാണ് നമ്മുടെ തോടിന്റെ സൈഡിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നത്. മുകളിലുള്ളത് ആൺതുമ്പി, താഴെയുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പർ ലെഫ്റ്റ് കോർണറിലുള്ളത് ആൺതുമ്പി, ലോവർ റൈറ്റ് കോർണറിലുള്ളതോ മെയിലാണോ ഫീമെയിലാണോ? ഫീമെയിൽ. കളർ കണ്ടാൽ നമുക്കറിയും അത് ഫീമെയിൽ ആണ്. പക്ഷെ അതെന്തല്ല, ഫീമെയിൽ അല്ല, മെയിൽ ആണ് കേട്ടോ. അതായത് ഇപ്പം വിരിഞ്ഞു വന്ന
മെയിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വിരിഞ്ഞു വന്ന മെയില് ചിലപ്പോൾ ആരെ പോലെ ഉണ്ടാവും, ഫീമെയിലിനെ പോലെ ഉണ്ട്. ഞാൻ അടുത്ത പിക്ചറിൽ കാണിക്കാം. ഇതാണ് അതിന്റെ മുകളിലുള്ളത് ഫീമെയില്, താഴെയുള്ളത് മെയിൽ. കാണാൻ ഏകദേശം ഒരേപോലെ ഇല്ലേ? ജസ്റ്റ് വിരിഞ്ഞു വന്ന മെയിലാണ് താഴെയുള്ളത്. ഓക്കെ, ഈ രണ്ട് ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇത് താഴെ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, ഓർത്രീറ്റം ഫ്രൂയിനോസം, പവിഴവാല വ്യാളി. ഈ രണ്ട് തുമ്പിയും സെയിം ആയിരിക്കും അല്ല ഡിഫറെന്റ് ആയിരിക്കും? കളറിൽ എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ? സെയിം ആണ്. സെയിം ആണ് അല്ലെ? കളറിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? Yes. എന്ത് ഡിഫറൻസ്? ഒന്ന് The up കുറച്ചുകൂടെ one is, പറഞ്ഞു. the up one is a little lighter than the down one. ഡൗൺ, യെസ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഒന്ന് വയസ്സായതും ഒന്ന് യങ്ങും ആണെന്ന്. ആക്ച്വലി അല്ല, രണ്ടും രണ്ട് സ്പീഷീസ് ആണ്. ഞാൻ ഈ പേര് കൊടുത്തിട്ടുള്ളത് ഓർത്രീറ്റം ഫ്രൂയിനോസം എന്ന് പറയുന്നത് മുകളിലുള്ളതാണ്, പവിഴവ്യാലൻ വ്യാളി. താഴെയുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, ഓർത്രീറ്റം ക്രൈസിസ് അഥവാ നമ്മുടെ ചെന്തവിടൻ വ്യാളി എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് സ്പീഷീസ് ആണ്. കളറിൽ സിമിലാരിറ്റി ഉണ്ട്, ബട്ട് ബോത്ത് ആർ ഡിഫറെന്റ് സ്പീഷീസ്. ഇത് അതേപോലെയുള്ള രണ്ട് എക്സാമ്പിൾ ആണ്, ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇത് രണ്ട് സ്യൂഡാഗ്രിയോൺ സ്പീഷീസ് ആണ്. കാണാനെല്ലാം ഒരേപോലെ ഉണ്ട്, ബട്ട് ദേ ആർ ഡിഫറെന്റ്. ഓക്കെ, അപ്പം അത് നമ്മൾ കുറച്ച് ഡെപ്തിലേക്ക് പോകുമ്പോൾ, കുറച്ചുകൂടെ തുമ്പി നിരീക്ഷണം നല്ല സ്ട്രോങ് ആകുമ്പോൾ നമുക്ക് അതെന്താണ് ഡിഫറൻസ് എന്നൊക്കെ ഉള്ളത് നോക്കാം. ഓക്കെ, ഇത് രണ്ടും കാണാൻ ഒരേപോലെ ഉണ്ടാവും, പക്ഷെ ബോത്ത് ആർ ഡിഫറെന്റ് സ്പീഷീസ്. വൺ ഇസ് ലെസ്റ്റസ് പ്രൈമോസസ്, വൺ ഇസ് ലെസ്റ്റസ് ഡൊറോത്തിയ. കാണാനൊക്കെ സെയിം പാറ്റേൺ ആണ്, ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതില് 6 ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള ആദ്യത്തെ രണ്ടെണ്ണം കാണാൻ ഒരേപോലെയാണ്. നിങ്ങൾ നോക്കിക്കോ, സെറിയാഗ്രിയം ക്രോമോതൊറാക്സും സെറിയാഗ്രിയം കോറമാൻഡലിയാണ്. രണ്ടും യെല്ലോ കളറാണ്, പക്ഷെ ഡിഫറൻസ് ഉണ്ട്. അതിന്റെ ഒന്നിന്റെ തൊറാക്സ് ഗ്രീൻ കളറാണ്, ഒന്നിന്റെ തൊറാക്സ് യെല്ലോ കളറാണ്. താഴെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, അത് കാണാൻ ഒരേപോലെയാണ്, പക്ഷെ രണ്ടും ചെറിയ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ മൈനർ ഡിഫറൻസ് നമ്മൾ കളർ നോക്കുമ്പോഴത്തേക്ക് ചെറിയ ഡിഫറൻസിലായിരിക്കും ചിലപ്പോൾ ചില സ്പീഷീസ്. ആക്ച്വലി നമ്മൾ ടാക്സോണമി നോക്കുമ്പോൾ കളർ അല്ല നോക്കല്, പക്ഷെ സാധാരണ നമ്മൾ തുമ്പീനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ കളറൊക്കെ നോക്കിയിട്ടാണ് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇത് ന്യൂ റിപ്പോർട്ട് കേരള. ഇനിയിപ്പോ നമ്മൾ ഞാൻ പെട്ടെന്ന് തീർക്കാം, ഒരു 5 മിനിറ്റ് കൂടി. നമ്മൾ തുമ്പി നിരീക്ഷണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കുറച്ച് കളറുകൾ മാത്രമാണ്. ചുവന്ന കളറുള്ള തുമ്പി, നീല കളറുള്ള തുമ്പി, കറുത്ത കളറുള്ള തുമ്പി, അങ്ങനെയൊക്കെ കാണും. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചത്. ഇതാ, ഇത് രണ്ടും ചുവന്ന കളറുള്ള തുമ്പിയാണ്. കാണാൻ ഏകദേശം ഒരേപോലെയാണ്. ഒന്ന് ക്രോക്കോത്തമസ് സെർവീലിയ വയൽ തുമ്പി, രണ്ടാമത്തത് പാണ്ടൻ വയൽ തളിയ, യൂറോത്തമസ് സിഗ്നേറ്റ. ക്യാൻ യു ഫൈൻഡ് ഔട്ട് എനി ഡിഫറൻസ്? എന്തെങ്കിലും വ്യത്യാസം കാണാൻ പറ്റുമോ ഈ രണ്ടെണ്ണത്തിൽ? റെഡ് രണ്ട് ഷെയ്ഡ് അല്ലേ? രണ്ട് ഷെയ്ഡാ. അതിന്റെ മുകളിലുള്ള ബ്ലാക്ക് നോക്കുക. ഒന്നിന്റെ ഫസ്റ്റ് വണ്ണിന്റെ ബ്ലാക്ക് ലൈൻ, അതിന്റെ അബ്ഡോമനില് ഫസ്റ്റ് ടു ലാസ്റ്റ് ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ട്. രണ്ടാമത്തെ നോക്കൂ നിങ്ങള്, ബ്ലാക്ക് ലൈന് ഇല്ല, പകരം ബ്ലാക്ക് ഡോട്ട് ആണുള്ളത്. അതും ടെർമിനൽ അല്ല, അറ്റത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ആ ഡോട്ട് ഇങ്ങനെ അടുത്തടുത്തുണ്ട്, അത് മുട്ടിയ പോലെ ഉണ്ട്. നിങ്ങൾ സെന്ററിലേക്ക് വരുമ്പോൾ ഡോട്ട് തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്. രണ്ട് സ്പീഷീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് രണ്ടും നോക്കിയോ, രണ്ട് സ്പീഷീസ് ആണ്. ഒന്ന് ചെമ്പൻ തുമ്പി റോഡോത്തമസ് റൂഫ, മറ്റൊന്ന് ചോപ്പൻ കുറുവാലൻ ഏത്രിയമാൻഡ ബ്രീവിപെനിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലും എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇതില് കളർ ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ അതിന്റെ തൊറാക്സ്, ഒന്നിന്റെ തൊറാക്സ് മോർ ബ്ലാക്ക് കളറാണ്, ഒന്നിന്റെ തൊറാക്സ് ബ്ലാക്ക് അല്ല, കുറച്ചുകൂടെ ബ്രൗൺ കളറാണ്. പ്ലസ് ഇതിന്റെ സൈസ് നല്ല ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് ഉള്ളതിന്റെ ഓൾമോസ്റ്റ് ഹാഫ് സൈസ് മാത്രമേ ഉണ്ടുള്ളൂ, സെക്കൻഡ് ഉള്ള തുമ്പി. ഓക്കെ, ബട്ട് ബോത്ത് ആർ നമുക്ക് എന്താ പറയുക, രണ്ടും ഒരേപോലെ നമുക്ക് കാണുമ്പോഴുണ്ടാവും. ഇത് രണ്ടും നോക്കിയേ, മുകളിലുള്ളത് തുലാത്തുമ്പി, താഴെയുള്ളത് തോളിമിസ്റ്റ് ഇല്ലാതെ അഥവാ പവിഴവാലൻ തുമ്പി എന്ന് പറയുന്നുള്ളതാണ്. ഓക്കെ, കാണാൻ ഏകദേശം ഒരേപോലെ ഉണ്ട്, പക്ഷെ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് അതിന്റെ വിങ്സിലുള്ള വ്യത്യാസമൊക്കെ കാണാം. ഇത് ലെഫ്റ്റ് സൈഡ് ലാത്രസിസ്റ്റ ഏഷ്യാറ്റിക്ക ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്, ചോരവാലൻ തുമ്പി എന്നൊക്കെ വിളിക്കുന്നുള്ള തുമ്പി. ഇപ്പുറത്തുള്ളത് പുൽത്തുരുമ്പൻ ന്യൂറോത്തമസ് ഇന്റർമീഡിയ ആണ്. ഓക്കെ, ഈ കാണിച്ചതൊക്കെ ചുവന്ന കളറുള്ള തുമ്പിയാണ്, പക്ഷെ കളർ നോക്കിയിട്ട് നിങ്ങൾ ഇത് ഇന്ന തുമ്പിയാണെന്ന് പറയാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ എല്ലാ ചുവന്ന കളറിനും ഒരു തുമ്പിയാണെന്ന് പറയാൻ നിൽക്കണ്ട. ചുവന്ന കളറുള്ള തന്നെ ഒരുപാട് തുമ്പികളുണ്ട്. ഇതാ, ഇത് തുരുമ്പൻ തുമ്പി. ഇത് നേരത്തെ കാണിച്ച സിന്ദൂര തുമ്പി ട്രൈത്തമിസ് അറോറ.
ഇനി കുറച്ച് നീല കളറുള്ള തുമ്പികളെ നോക്കാം നമുക്ക് ഏറ്റവും പരിചയമുള്ള കുറച്ച് നീല കളറുകൾ. ആദ്യം ത്രിവർണ്ണൻ വ്യാളിയും നീല വ്യാളി. കാണാൻ ഏകദേശം രണ്ടും ഒരേപോലെയാണ്, പക്ഷെ രണ്ടും രണ്ട് സ്പീഷീസ് ആണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ അതിനെ തിരിച്ചറിയുന്ന വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ത്രിവർണ്ണം വ്യാളിന്റെ മുഖം എന്തല്ല കറുപ്പ് കളറല്ല. നീല വ്യാളിന്റെ മുഖം പൂർണ്ണമായിട്ട് കറുപ്പ് കളറാണ്. മുഖം മീൻസ് കണ്ണ് കഴിഞ്ഞിട്ടുള്ള ആ ഭാഗം കറുപ്പ് കളറിലാണെങ്കിൽ അത് നീല വ്യാളിയാണ്. അതേ സ്ഥാനത്ത് കറുപ്പ് കളറല്ല ലൈറ്റ് കളർ ആണെങ്കിൽ അത് ത്രിവർണ്ണൻ വ്യാളി എന്ന് പറയുന്നുള്ള ഓർത്രീറ്റം ലൂസോണിക് ആണ്. ഇത് രണ്ടും നോക്ക്, രണ്ടും നീല കളറാണ്. ഒന്ന് പോട്ടോമാക്ട കോഞ്ചിനർ എന്ന് പറയുന്നത്, മറ്റൊന്ന് പാൽപോപ്ലൂറ സെക്സ്മാക്കുലേറ്റ. ഒരു റൈറ്റ് സൈഡിലെ ചെറിയ കുഞ്ഞൻ തുമ്പിയാണ് കേട്ടോ. പക്ഷെ ലെഫ്റ്റ് സൈഡിലുള്ള തുമ്പി നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. നിങ്ങളെ വീട്ടിന്റെ അടുത്ത് വരുന്ന റോഡിലൊക്കെ ഇപ്പൊ മഴക്കാലത്തൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് പറന്നു നടക്കുന്ന ഒരു തുമ്പിയാണ് ഈ പുള്ളിവാലും തുമ്പി, പൊട്ടാമാറ്റ കൊഞ്ചീനർ എന്ന് പറയുന്നുള്ള തുമ്പി. ഓക്കെ, നിങ്ങൾ സാധാരണഗതിയിൽ കാണും ചെളിവെള്ളത്തിലൊക്കെ അതിന്റെ അടുത്തൊക്കെ ഇത് കാണും. പ്രത്യേകിച്ചിട്ട് റോഡിലുള്ള ചെളിവെള്ളത്തിലൊക്കെ കാണും. ഇത് രണ്ടും കാണാൻ ഏകദേശം ഒരേപോലെ ഉണ്ട്, ഏകദേശം ഒരേ സൈസും ആണ്. ലെഫ്റ്റ് സൈഡിലുള്ള നാട്ടുതലത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡിപ്ലാക്കോസ് ട്രിവിയാലിസ്. റൈറ്റ് സൈഡിലുള്ളത് അസിസോമ പനോർപോയിഡസ് മകുടിവാൽ എന്ന് പറയുന്നുള്ള തുമ്പിയാണ്. ഓക്കെ, പക്ഷെ അതിൽ നിങ്ങൾ നോക്കിയ ഡിഫറൻസ് മനസ്സിലാവും. മകുടിവാലൻ അസിസോമിന്റെ അബ്ഡോമന് എന്താണ് കുറച്ചുകൂടെ എന്താണ് എന്താ പറയുക അതിനെ മകുടി പോലെ ഉള്ള അല്ലെ, അത് കുറച്ചുകൂടെ ബൾബസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഓക്കെ, ഇനി ഒരേപോലെയുള്ള രണ്ട് തുമ്പിയാണ് കേട്ടോ. ബ്രാച്ചിഡിപ്ലാക്സ് ചളീബിയും ബ്രാച്ചിഡിപ്ലാക്സ് സൊബ്രിയും രണ്ടും ഒരേ ജീനസ് തന്നെയാണ് കേട്ടോ. അപ്പൊ രണ്ടിനെയും കാണാൻ ഏകദേശം ഒരേപോലെ ഉണ്ട്. എന്തെങ്കിലും ഡിഫറൻസ് കെൻ യു മേക്ക് ഔട്ട്? എനി ഡിഫറൻസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? തവിട്ട് വെണ്ണീരിന് അതിന്റെ വിങ്സിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ബ്രൗൺ സ്പോട്ട് കാണാൻ പറ്റും. താഴെയുള്ളതിൽ സ്പോട്ട് ഇല്ല, വളരെ ക്ലിയർ ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോ കുറച്ച് കറുത്ത തുമ്പികൾ, നീല കളറുള്ളതും കണ്ട് നമ്മൾ ചുവന്ന കളർ, ഇതൊക്കെ നമ്മൾ വീടിന്റെ അടുത്തുള്ള തുമ്പികളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോ കറുത്ത കളറിലുള്ള കുറച്ച് തുമ്പികൾ. ആദ്യം ന്യൂറോതെമിസ് തുല്യ സ്വാമി തുമ്പി നമ്മൾ കണ്ടു. ഏകദേശം സ്വാമി തുമ്പിന് ഇപ്പൊ രണ്ടാമത്തത് നീല കളർ ആണെങ്കിലും അത് ഫോട്ടോയിലാണ് നീല കളർ. നിങ്ങൾ ഫീൽഡിൽ നോക്കുമ്പോൾ അത് മിക്കവാറും കറുത്ത കളറായിട്ട് നമുക്ക് തോന്നും. നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നീല കളർ കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് കറുത്ത കളറായിട്ട് നമുക്ക് തോന്നും. കരിനീലച്ചിറക് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത് നോക്കിയേ, ഇത് രണ്ട് സ്പീഷീസ് ആണ്. ഒന്ന് ബ്രാഡിനോപൈഗ ജെമിനേറ്റ മതിൽ തുമ്പി, രണ്ടാമത്തത് ബ്രാഡിനോപൈഗ കോങ്കണൻസിസ് എന്ന് പറയുന്നുള്ള തുമ്പി. ഈ കോങ്കണൻസിസ് എന്ന് പറയുന്നുള്ള തുമ്പി നമ്മൾ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ മാത്രമേ കേരളത്തിൽ പ്രധാനമായിട്ടുള്ളൂ. പാലക്കാടൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ സർവ്വസാധാരണമായിട്ടുള്ള തുമ്പിയാണ്. ഈ രണ്ട് തുമ്പിയും വളരെ കോമൺ ആയിട്ടുള്ള തുമ്പിയാണ്. നേരത്തെ ഇപ്പോൾ കാണിച്ച കാർത്തുമ്പി ട്രൈത്തേണസ് ഫെസ്റ്റിവ, അതേപോലെ ഇൻഡോതെമിസ് കർണാട്ടിക്ക എന്ന് പറയുന്നുള്ള തുമ്പി, കരിമ്പൻ ചരൽമുത്തി, ഇതൊക്കെ കറുപ്പ് കളറിലാണ്. എല്ലാം ഏകദേശം കറുപ്പിന്റെ പല ഷെയ്ഡുകളിലാണ് കാണുന്നത്. സൈഗോണിക് സൈറസ് നീരോട്ടക്കാരൻ എന്ന് പറയുന്നുള്ള തുമ്പി, അതേപോലെ പാണ്ടൻ കരിമുത്തൻ. ഓക്കെ, നാട്ടുകടുവ, അതായത് നിങ്ങൾ കാണുന്ന കറുത്ത കളറുള്ള തുമ്പിയിൽ നല്ല മഞ്ഞ കളറും കൂടി മഞ്ഞ സ്പോട്ടുകളും കൂടി ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന കടുവാത്തുമ്പികൾ എന്നാണ് വിളിക്കുക സാധാരണ. ഓക്കെ, അപ്പൊ നാട്ടുകടുവ എന്ന് പറയുന്നുള്ള തുമ്പികളിൽ താഴെ കാട്ടുപുള്ളൻ. ഓക്കെ, ഇത് കുറച്ചുകൂടെ റയർ ആയിട്ടുള്ള കുറച്ച് തുമ്പികളാണ്. ഇഡിയോണിക്സ് കൊറോണ എന്ന് പറയുന്നുള്ളത്, അതേപോലെ ആറ്റുപെരിങ്കണ്ണൻ എന്ന് പറയുന്നുള്ള മാക്രോമിയ സിംഗുലേറ്റ എന്നൊക്കെ പറയുന്നുള്ള തുമ്പികൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് തുമ്പികളാണ്. ഓക്കെ, ഞാനിത് ഓൾറെഡി കാണിച്ചു. ഇനിയിപ്പം ഫൈനൽ സ്ലൈഡിലേക്ക് പോവാം. ഇപ്പം നമ്മൾ തുമ്പി നിരീക്ഷണത്തിന് പോകുന്നെങ്കിൽ എവിടെയൊക്കെയാണ് അതിനെ കാണുക? വെള്ളമുള്ള എല്ലാ സ്ഥലത്തും അതിനെ കാണും. പോൺസ്, ഡിച്ചസ്, മാർഷ് ഏരിയ, പാഡി ഫീൽഡ്, അതേപോലെ ചെറിയ വാട്ടർ ചാനലുകൾ, മിരിസ്റ്റിക്ക സ്വാമ്പ് അല്ലെ, മിരിസ്റ്റിക്ക സ്വാമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, മിരിസ്റ്റിക്ക ചതുപ്പുകൾ എന്ന് പറയും. അതേപോലെ റിവേഴ്സ് ആൻഡ് റിവിലേഴ്സ്, ചെറിയ പുഴയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ അരുവികളാണ് അതിനകത്തൊക്കെ കാണാം. വാട്ടർ ഫാൾസ്, വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഇതിനെ കാണാം. പിന്നെ തുമ്പികളുടെ ചില പ്രത്യേകത, സോഷ്യൽ ബിഹേവിയർ, നമ്മൾ സാമൂഹികമായിട്ടുള്ള ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ടെറിറ്റോറിയാലിറ്റി ഉണ്ട്. അതായത് ഓരോന്നിനും അതിൻ്റെതായ ടെറിറ്ററി ഉണ്ട്, അതിനെ കാത്തു സൂക്ഷിക്കും. അതേപോലെ ഇലോബറേറ്റ് കോർട്ട്ഷിപ്പ് ഡിസ്പ്ലേ, അതായത് ഇണചേരുന്ന സമയത്ത് അതിന് അതിൻ്റെതായ ചില രീതികൾ, അതിൻ്റെതായ
ചില ഡാൻസ് നമുക്ക് പറയാൻ പറ്റില്ല, പലതരത്തിലുള്ള പറക്കലുകളും രീതികളൊക്കെ. അതേപോലെ ഫൈറ്റ് ഫോർ ഫീമെയിലിന് വേണ്ടിയിട്ട് മെയിലുകൾ തമ്മിൽ എന്ത് ചെയ്യും, ഫൈറ്റ് ചെയ്യും. അതേപോലെ എക്സലന്റ് പ്രിഡേറ്റേഴ്സ് ആണ്. അതുകൂടാതെ കാനിബോളിസം, നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാനിബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സ്പീഷീസിനെ തിന്നുന്ന അല്ലെങ്കിൽ സെയിം ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരൊക്കെ തിന്നുന്നുള്ള ജീവികളാണ്. ഓക്കെ, കാനിബോളിസം അതായത് തുമ്പികളെ തന്നെ പിടിച്ചു തിന്നുന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ തുമ്പികൾ ദേ പ്രേഡ് അപ്പോൺ ബൈ ഫിഷസ് ഡ്യൂറിങ് ലാർവൽ സ്റ്റേജ്, ബേർഡ്സ്, ലിസാർഡ്സ്, സ്പൈഡേഴ്സ്, റോബർ ഫ്ലൈ, അതർ ഡ്രാഗൺ, ഇതൊക്കെ തുമ്പികളെ തിന്നുന്ന ജീവികളാണ്. പക്ഷികൾ ഇഷ്ടംപോലെ പക്ഷികൾ, ഈ ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ വേലിത്തത്തിനെ കാണാൻ പറ്റും. അതിനകത്ത് അതിന്റെ ചുണ്ടിൽ മിക്കവാറും വേലിത്തത്തിനെ നമ്മൾ എപ്പോൾ കാണുമ്പോഴും അതിന്റെ ചുണ്ടിൽ ഒരു തുമ്പി ഉണ്ടാവും. ഓക്കെ, പിന്നെ പല്ലികളൊക്കെ വീടിനുള്ളിൽ വന്നതിനൊക്കെ പിടിച്ചു. ഓക്കെ, പിന്നെ മറ്റുള്ള തുമ്പികൾ ആരെ പിടിച്ചു? തുമ്പികളെ പിടിച്ചു. പിന്നെ പ്രൈസോൺ, അതിന് തുമ്പികൾ എന്തിനൊക്കെ പിടിച്ചു തന്നു? മോസ്കിറ്റോസിന്, ബ്ലാക്ക് ഫ്ലൈസ്, ബട്ടർഫ്ലൈസ്, അങ്ങനെ അതിന് തിന്നാൻ പറ്റുന്ന എന്തിനെ അത് പിടിച്ചു. അതാണ് തുമ്പികളുടെ പ്രത്യേകത. ഇപ്പൊ ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു തുമ്പിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തുലാത്തുമ്പി എന്ന് പറയുന്നുള്ള തുമ്പി. ഏകദേശം 18,000 കിലോമീറ്ററുകളോളം മൈഗ്രേറ്റ് ചെയ്യുന്ന തുമ്പിയാണ്. ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് മൈഗ്രേഷൻ നടത്തുന്ന ഒരു തുമ്പി കൂടിയാണ് ഈ ഒരു തുലാത്തുമ്പി എന്ന് പറയുന്നത്. അത് വലിയ മൈഗ്രേഷൻ ആണ്. പിന്നെ ചില തുമ്പികൾ ലോക്കൽ മൈഗ്രേഷൻ, ചെറിയ ദൂരത്തേക്കുള്ള മൈഗ്രേഷൻസ് ഒക്കെ കാണിക്കാറുണ്ട്. അപ്പൊ നമുക്ക് തുമ്പി നിരീക്ഷണം തുടങ്ങിയ സമയത്ത് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ചില തുമ്പികൾ നാട്ടിലേക്ക് വരുന്ന സ്വിച്ചിട്ട പോലെയാണ്. തലേ ദിവസം വരെ അവിടെ ആ തുമ്പി ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് ഒരു ദിവസം പിറ്റേന്ന് നോക്കുമ്പോഴത്തേക്ക് നിറയെ തുമ്പികളുണ്ട്. ആ തുമ്പികൾ അവിടെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക അത് അവിടെ വിരിഞ്ഞു വന്നതല്ല, അത് വേറെ എവിടുന്ന് വന്നതാണ്, മൈഗ്രേറ്റ് ചെയ്തിട്ട് വന്നതാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഈ തുമ്പികളൊക്കെ ഇങ്ങനെ നോക്കണം, അതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, ഒന്ന്, തുമ്പികൾ നല്ല പ്രിഡേറ്റേഴ്സ് ആണ്. ഓക്കെ, അത് ലാർവൽ സ്റ്റേജിലാണെങ്കിലും അഡൾട്ട് സ്റ്റേജിലാണെങ്കിലും, വെള്ളത്തിലുള്ള ലാർവയാണെങ്കിൽ വെള്ളത്തിലുള്ള നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു ജീവികളെ തിന്നും. പ്രധാനമായിട്ട് നമ്മുടെ എന്താ പറയല്, മോസ്കിറ്റോ ലാർവനെ പോലെയുള്ളതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തുമ്പികളുടെ ലാർവനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പറന്നു കിടക്കുന്ന തുമ്പികൾ മോസ്കിറ്റോനെയും തിന്നും, അതിന് തിന്നാൻ പറ്റുന്ന ചെറിയ ചെറിയ ഇൻസെക്റ്റുകളൊക്കെ, കീടങ്ങളൊക്കെ അത് പിടിച്ചു തിന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ പെസ്റ്റ് കൺട്രോൾ, ബയോ കൺട്രോൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. മോസ്കിറ്റോസിനെ തിന്നുന്നതുകൊണ്ട് മോസ്കിറ്റോ കൺട്രോൾ ഏജന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇൻസെക്റ്റുകളെ തിന്നുന്നതുകൊണ്ട് അഗ്രികൾച്ചറൽ ഫീൽഡിൽ മുഞ്ഞ പോലെയുള്ള ഇൻസെക്റ്റുകളൊക്കെ പിടിക്കാൻ തുമ്പികൾക്ക് പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഗുഡ് എക്കോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ചില തുമ്പികൾ ഇക്കോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് പറയാറുണ്ട്. അതായത് ശുദ്ധജലത്തിന്റെ, തുമ്പികൾ നല്ലോണം കാണുന്നത് അത് ശുദ്ധജലത്തിന്റെ ഇൻഡിക്കേഷൻ ആണ്. അതേ സ്ഥാനത്ത് ബ്രാക്കിതെമിസ് കണ്ടാമിനേറ്റ എന്ന് പറയുന്ന ഒരു തുമ്പിന് ഞാൻ ഇമേജ് കൊടുത്തിട്ടില്ല. ഈ ബ്രാക്കിതെമിസിന്റെ പ്രത്യേകത, അതിനെ കാണുകയാണെങ്കിൽ ആ വെള്ളം ശുദ്ധമല്ല എന്നാണ് പറയുന്നത്. ബ്രാക്കിതെമിസ് കണ്ടാമിനേറ്റ്, അത്യാവശ്യം മലിനമായ ജലത്തിൽ മുട്ടയിടുന്ന തുമ്പിയാണ്. അപ്പൊ അതിന്റെ നമ്പർ കൂടുതലുണ്ടെങ്കിൽ ആ വെള്ളം മലിനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ലാത്രസ് ഏഷ്യാറ്റിക്ക ഞാൻ പറഞ്ഞു, രക്തവാലൻ അല്ലെങ്കിൽ ചോരവാലൻ തുമ്പി എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നാളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള തുമ്പിയാണ്. ഓക്കെ, ഇത് കുറച്ച് ഹൈറ്റിലൊക്കെ ഇരിക്കും കേട്ടോ. കുറേ സമയം, ഇത് ദിവസങ്ങളോളം ഒരേ കമ്പി തന്നെ ഇരിക്കുന്ന സ്വഭാവം ഈ ഒരു തുമ്പിക്കുണ്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് റെയർ ആയിട്ടുള്ള തുമ്പിയാണ്. ലെസ്റ്റസ് മലബാറിക്കസും പ്ലാറ്റിലെസ്റ്റസ്, പ്ലാറ്റിസ്റ്റൈലസ് എന്നൊക്കെ പറയുന്നുള്ളത്. സാധാരണ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മളത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ റെയർ ഒന്നുമല്ല പക്ഷെ നമ്മൾ റെയർ ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് തുമ്പികളെ കുറിച്ച് ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞത്. അപ്പം തുമ്പി നിരീക്ഷണം നല്ലൊരു ഹോബിയായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം തുമ്പികൾ വളരെ കുറച്ചേ ഉള്ളൂ. പൂമ്പാറ്റകളെക്കാളും ബേർഡ്സിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ പൂമ്പാറ്റകളൊക്കെ ഉണ്ട് നമ്പർ. തുമ്പികൾ അറൗണ്ട് കേരളത്തിൽ 190 തുമ്പികളൊക്കെ ഉള്ളൂ. നമ്മളൊരു പോണ്ടിന്റെ സൈഡിലൊക്കെ സ്ഥിരമായിട്ട് പോവുകയാണെങ്കിൽ, വീടിന്റെ സൈഡിൽ ഒരു പോണ്ടോ അല്ലെങ്കിൽ ഒരു തോടോ ഒക്കെ ഉണ്ടെങ്കിൽ, സ്ട്രീമൊക്കെ ഉണ്ടെങ്കിൽ, അവിടെ ഏറ്റവും മിനിമം ഒരു 50 സ്പീഷീസ് ഒക്കെ എന്തായാലും നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്താൽ തന്നെ ഒരു 20 to 30 സ്പീഷീസിനെ നമുക്ക് ഈസി ആയിട്ട് അവിടുന്ന് കാണാൻ പറ്റും. അപ്പം അത് നല്ല എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള തുമ്പികൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പം നിങ്ങൾ ബാക്കിയുള്ള എല്ലാ സ്പീഷീസിനെയും നോക്കുന്ന കൂട്ടത്തിൽ ആരെയും കൂടി നോക്കുക, തുമ്പികളെയും കൂടി നോക്കുക. അപ്പം തുമ്പികൾ പ്രകൃതിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രകൃതിക്ക് ചെയ്യുന്ന ഗുണങ്ങൾ കീടങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇൻസെക്റ്റുകളുടെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പല പക്ഷികൾക്കുള്ള മെയിൻ ഫുഡാണ് തുമ്പികൾ. ഓക്കെ, ബീറ്റേഴ്സിനൊക്കെ മെയിൻ തുമ്പികളെ തന്നെയാണ് പിടിച്ചു തിന്നുന്നത്. അതേപോലെ തന്നെ
തുമ്പികൾ മനുഷ്യന്മാർക്ക് ചെയ്യുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡാംസൽ ഫ്ലൈസ് ഒക്കെ ഒരുപാട് മോസ്കിറ്റോസിനെ തിന്നു. അതിന്റെ ലാർവ, ഡ്രാഗൺ ഫ്ലൈസിന്റെ ലാർവയൊക്കെ വെള്ളത്തിലിരിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ മോസ്കിറ്റോസിനെ തിന്നു. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. If you have any doubt, you can ask. Sir, is there flies can be seen? Pardon? Hello? Can you repeat the question? Is there a particular time in which dragonflies are seen? Okay, any particular time ആണ്. ഓക്കെ, അപ്പം ഡ്രാഗൺ ഫ്ലൈസിന് നമ്മൾ പിന്നെ ഒബ്സർവേഷന് പോകുമ്പോഴത്തേക്ക് നോർമലി ദേ പ്രിഫർ ടു ഫ്ലൈ ഡ്യൂറിങ് എന്താ പറയല്, നല്ല ടെമ്പറേച്ചർ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്നല്ല ലൈറ്റ് ഉള്ള സമയത്താണ് നമുക്ക് സണ്ണി ഡേയ്സിലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുന്നത്, കൂടുതലായിട്ട് തുമ്പികളെ കാണാൻ പറ്റും. നല്ല ക്ലൗഡി ആയിട്ടുള്ള ഡേയ്സിൽ തുമ്പികളൊക്കെ ഇനാക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തേക്ക് തുമ്പികൾ അത്ര ആക്റ്റീവ് ഒന്നും ആയിരിക്കും, നമുക്ക് കാണൂല. സൂര്യനൊക്കെ ഉദിച്ചു വന്ന് നല്ല ചൂട് പിടിക്കുന്ന സമയത്ത് തുമ്പികളൊക്കെ വന്ന് എന്താണ് ചൂടൊക്കെ കാഞ്ഞ് ബോഡിയൊക്കെ ചൂടായി കഴിഞ്ഞാലാണ് ദേ ആക്റ്റീവ്. ഓക്കെ, അപ്പൊ നോർമലി നമ്മളൊരു ഒബ്സർവേഷന് പോകുന്ന സമയത്ത് ഒരു 8:30 ആ സമയത്ത് നമ്മൾ തുടങ്ങി അപ് ടു ഒരു 10:30 വരെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഡ്രാഗൺ ഫ്ലൈസിനെ ഒബ്സർവ് ചെയ്യാം. ബാക്കിയുള്ള സമയത്തൊക്കെ ഉണ്ടാവും, ബട്ട് നമുക്ക് ബെസ്റ്റ് ടൈം മോർണിംഗ് ടൈം, ഈ സമയം ഒരു 8:30 to 10:30. Thank you. വേറെ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും? ഓക്കെ, സോ അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യാം. എല്ലാരും പോയോ? ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ നന്ദി പറഞ്ഞു തീർക്കാം. ഓക്കെ, എല്ലാരും പോയോ? ഇല്ല ടീച്ചറെ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തുമ്പികളെ കുറിച്ച് വളരെ മനോഹരമായ ഒരു ക്ലാസ് കൈകാര്യം ചെയ്ത ഹനീഫ് സാറിന് നമ്മുടെ ക്ലാസ്സിന് വേണ്ടി നന്ദി പറയാം. ഓക്കെ, കുട്ടികളെല്ലാം പോയി തോന്നുന്നു അല്ലേ? കുട്ടികളുണ്ട്, 1-2 കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു ടീച്ചർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോഴാണ്. അപ്പൊ ഓക്കെ, ഓക്കെ, ഗുഡ് നൈറ്റ്.